അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ എല്ലാവരും പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഞങ്ങൾക്ക് പെരുന്നാൾ സൺഡേ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ മൺഡേ നമുക്ക് രണ്ടുപേർക്കും ഓഫായിരുന്നു. അപ്പോൾ നമ്മൾ അന്നൊന്ന് പുറത്ത് പോയി ചെറിയൊരു ഔട്ടിംഗ് ആണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോയത്. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വീഡിയോ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ 2-3 ദിവസത്തിനും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ പോയത് ഒരു ഗാർഡൻ ആണ് കേട്ടോ. വെസ്റ്റ് ഡീൻ ഗാർഡൻ എന്നാണ് പേര്. നമ്മൾ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അതായത് ചിച്ചെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 20 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട് ബസ്സിന് കേട്ടോ. അപ്പോൾ ഇതാണ് ഗാർഡൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗം വരുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഭയങ്കര വെയിലായിരുന്നു, നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് അറിയില്ല. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴും കണ്ണിൽ സൺലൈറ്റ് അടിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ സുഖമായിട്ട് പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വന്ന പാടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പിക്നിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഓരോ മരത്തിൻ്റെ അവിടെ പോയിട്ട് ഇവിടെ മതിയോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയ പാട് നമുക്ക് വലിയൊരു രസമൊന്നും തോന്നിയില്ല കേട്ടോ. നമ്മളെപ്പോഴും കാണുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ഉള്ള പോലത്തെ ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ പിക്നിക്കിനുള്ള സ്ഥലം സെർച്ച് ചെയ്യലായിരുന്നു വന്ന പാട് ചെയ്തത്. പിന്നെ ഇതാ ഇവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ഉണ്ട്. അത് കടന്ന് ഉള്ളിലോട്ട് വന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. അവരിവിടെയാണ് ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. കണ്ടിട്ട് എനിക്ക് ആപ്പിൾ പോലെയാണ് തോന്നിയത്, എന്താണെന്ന് അറിയില്ല. അവരൊരു പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇതാ ഒരു ഹൗസ് പോലെ കണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവർ ലൈബ്രറിയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്, അതിൻ്റെ ഫ്രണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്താൽ ഉഷാറാകും പറഞ്ഞ് നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സൺലൈറ്റിൻ്റെ കാരണം നമുക്ക് ഫോട്ടോസൊന്നും അവിടെ നന്നായി കിട്ടിയില്ല. പിന്നെ ഇതാ കുറേ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഗാർഡനിങ്ങിനെ കുറിച്ചിട്ടുള്ള ബുക്സൊക്കെ തന്നെയാണ്. അപ്പം ഞാനതൊക്കെ ഓരോന്നിങ്ങനെ മറിച്ച് നോക്കി, എന്താണ് എഴുതിയിരിക്കണതൊക്കെ ഒന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ഹോമാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ട്. പുറത്തിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ നമുക്ക് പുറത്തോട്ടുള്ള വഴിയാണ് കാണുന്നത്. അപ്പോൾ കുറേ നേരം അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന്. പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ എനിക്കതൊക്കെ ഇങ്ങനെ പൊട്ടിക്കാനൊരു തോന്നലാണ്. എനിക്കിങ്ങനെ ഈ ഫ്രൂട്ട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ച് നോക്കാനും പൊട്ടിക്കാനും ഒക്കെ ഒരു തോന്നൽ വരും. പക്ഷേ അത് പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അവിടെ ആരും ഒന്നും തുടരണോ പൊട്ടിക്കണമൊന്നും കാണണമെന്നില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ തൊടാണ്ടൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പേരയ്ക്കയാ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് എനിക്കത് കണ്ടിട്ട്. പിന്നെ ഇതാ ഫ്ലവേഴ്സ് എന്ത് രസമാണ് കാണാനെന്ന് അറിയാം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. കുറേ സ്ഥലത്ത് ഇങ്ങനെ പണി നടക്കുന്നുണ്ട്, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇവിടെ സമ്മർ സീസൺ ആവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് കുറേ വിത്ത് പാവിയിട്ടുണ്ട്. മത്തന് പംകിനാണ് മാത്രം എനിക്ക് വായിച്ചിട്ട് അറിയാവുന്നേ ഉള്ളൂ. വേറെ എന്തൊക്കെയോ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങനെ ചട്ടിയിൽ വെച്ചിക്കാണ്. അപ്പോൾ ഇനി ഇത് റെഡി ആയി കഴിഞ്ഞാൽ അവർ വേറെ വെക്കുന്നുണ്ടാവും, കാരണം എനിക്കറിയില്ല. നല്ല രസം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ മുളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും. പിന്നെ ഇതാ ഒരു കണ്ണാടി ചില്ലുംകൂട്ടിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് അവിടെ ആപ്പിളാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പം ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ഓറഞ്ചാണെന്ന് വിചാരിച്ചേ. എന്നിട്ട് ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഓറഞ്ച് പോലെ ഇല്ലേ, പക്ഷെ ഓറഞ്ച് അല്ല, വേറെന്തോ ആണ്. അതിൻ്റെയും പേര് അവിടെ എഴുതി കാണാനില്ല. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ കുറേ നോക്കി എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു സാധനത്തിന് 2 കളറുണ്ട്. അവിടെ കണ്ടത് ഓറഞ്ച് അല്ലേ, ഇപ്പുറത്ത് മഞ്ഞയുണ്ട്, അതാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ 2 കോഴികളുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഇവർ നമ്മുടെ പിന്നാലെ തന്നെയായിരുന്നു, കാലുമ്പോൾ ഷോക്സൊക്കെ ഇട്ട പോലത്തെ ഒരു കോഴി. അപ്പോൾ ഞാൻ അതിന് സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ട് എൻ്റെ ഉമ്മക്ക് അയച്ചു കൊടുത്തത്. എൻ്റെ ഉമ്മക്ക് കോഴി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതാണ് അതിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറച്ചേരം ഇരുന്ന്, പക്ഷെ ഒരു രക്ഷയില്ല. വെയിൽ കൊണ്ടാകെ കരിഞ്ഞു പോകുന്നു മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ ആപ്പിളാണ് കേട്ടോ. ഇത് കണ്ടിട്ടാണ് ആപ്പിൾ പോലെ തന്നെ തോന്നുന്നുണ്ട്. മറ്റുള്ളതൊന്നും കണ്ടിട്ട് ആപ്പിളൊന്നും മനസ്സിലായിട്ടില്ല.
ഇത് കണ്ടപ്പോൾ മനസ്സിലായി ആപ്പിളാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടി ഫ്ലവേഴ്സ് ഉണ്ട്. മെയിനായിട്ട് റോസ് പോലെയാണ്, പല ടൈപ്പ് റോസ്, പല കളറിൽ നല്ല രസമുള്ള റോസ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനത്തതൊക്കെ ഞാൻ കുറച്ച് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവരുണ്ടാവും, അവർ കണ്ടോളട്ടെ വിചാരിച്ചിട്ട്. മെയിനായിട്ട് ഈ ഫ്ലവേഴ്സിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചൊക്കെ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല, കാരണം ഒക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അത് വിരിഞ്ഞ് വന്നാലാണ് ആ ഭംഗിയുള്ളൂ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ നല്ല രസമുള്ളൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടും എനിക്ക് തോന്നുന്നത് പുല്ലാന്ന് തോന്നുന്നുണ്ട്, ഫ്ലവേഴ്സും കാണുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നേരം ഓടിച്ചാടി നടന്നൊക്കെ ചെയ്ത് റീൽസും വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ആ ബാക്കിൽ കാണുന്ന ഒരു വീട് പോലത്തെ ഉണ്ടല്ലോ, അപ്പോൾ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ഇഷ്ടംപോലെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത്, എന്നാലും വെയിലൊരു വില്ലനായിരുന്നു നമുക്ക്, ഇല്ലെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാക്കി ഫോട്ടോസൊക്കെ കിട്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് സൂപ്പറായിട്ട് ഓടി ചാടി റീലും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. കാണുന്നവർ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ഭ്രാന്താണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. ഇത് നമ്മുടെ നാട്ടിലുണ്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം ഞാൻ കുറേ നേരം അത് നോക്കി നിന്ന് എന്താണ് ആ സംഭവം. നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ ഒരു പോണ്ട് എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പണി നടക്കണം കേട്ടോ. അപ്പോൾ അവിടെ നിൽക്ക് വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയൊരു വീട് കണ്ട്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ നാട്ടിൽ കളിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സംഭവം. പക്ഷേ അതിനുള്ളിൽ ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ, നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ പോയിരുന്നു. എനിക്കിങ്ങനെ ഇരിക്കണ എന്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇരിക്കാനൊരു പ്രത്യേക ഇഷ്ടമാണ്. കടയൊന്നുമില്ല, എന്നാലും അങ്ങനെ ഇരിക്കുന്ന സ്ഥലം കണ്ട് എനിക്ക് അവിടെ ഒരു 2 മിനിറ്റ് ഇരിക്കണം, എന്നാലാണ് പിന്നെ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കയറിയിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഇവിടെ നമുക്ക് വെഡ്ഡിങ് ഫങ്ഷനൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സ്ഥലം കണ്ടാൽ തന്നെ അറിയാമല്ലോ, വെഡ്ഡിങ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല രസമുണ്ട്. അതിൻ്റെ അടുത്തൊരു ആമ്പൽക്കുളം പോലത്തെ ഒരു പോണ്ടും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെയും ഞാൻ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് കുറച്ചും കൂടെ വെയിലൊന്ന് മാറുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഫോട്ടോസും കുറേ അധികം കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഇത് 5 മണി വരെയാണ് കേട്ടോ, 9 മണി മുതൽ 5 മണി വരെയാണ് ഇത് ഓപ്പൺ ഉള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും. നമ്മൾ എത്തുമ്പോൾ തന്നെ 2:30 കഴിഞ്ഞിരിക്കണ്. അപ്പോൾ നമ്മൾ വേഗം പിക്നിക്കിന് ഇരിക്കാനുള്ളൊരു സ്ഥലം സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതാ ഈ ഒരു സ്പോട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ വേഗം നമ്മൾ കൊടുന്ന സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മളിതൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ, ബാഗിലാക്കി കൊടുന്നതാണ്. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് നമ്മളവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എന്നിട്ട് തന്നെ നേരെ വീട്ടിലോട്ട് റിട്ടേൺ അടിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. ആകെ 13 ആൾക്കാരാണ് കാണുന്നത്, അതിൽ ഒരു 5 ആളെങ്കിലും ലൈക്ക് അടിക്കും. അവരാരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.